ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് LSS ക്ലാസ് 25 ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ GKയിൽ പെട്ട കേരളം അടിസ്ഥാന വസ്തുതകളാണ് നോക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു 10 ചോദ്യങ്ങളായിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. 10 ചോദ്യങ്ങളുള്ളൂ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇന്ന് നമ്മൾ വസ്തുതകളാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ് കേട്ടോ. കേരള സർക്കാർ സംഗീതത്തിന് നൽകുന്ന വലിയ അവാർഡ്. കേരള സർക്കാർ സംഗീതത്തിന് നൽകുന്ന വലിയ അവാർഡ് എന്ന് വെച്ചാൽ കേരള സർക്കാർ സംഗീതത്തിന് പാട്ടിനൊക്കെ നൽകുന്ന ഏറ്റവും വലിയ അവാർഡ് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം സ്വാതി തിരുനാൾ അവാർഡ് പുരസ്കാരമാണ്. സ്വാതി തിരുനാളാണല്ലോ പാട്ടിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്ത ആൾ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ കേട്ടോ തുടങ്ങുന്നത്. നല്ല പഠിക്കാൻ ഈസിയാണ്. സ്വാതി തിരുനാൾ പുരസ്കാരം. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം കേട്ടോ. കേരളത്തിലെ കുളിക്ഷേത്രങ്ങളിൽ കാണുന്ന അനുഷ്ഠാന കല ഏതാണ്? കേരളത്തിലെ കുളിക്ഷേത്രങ്ങളിൽ കാണുന്ന അനുഷ്ഠാന കല ഏതാണ് എന്ന് വെച്ചാൽ കേരളത്തിൽ കുളിക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അമ്പലത്തിൽ കുളിക്കുന്ന ക്ഷേത്രങ്ങളിൽ കാണുന്ന അനുഷ്ഠാന കല എന്നാൽ അമ്പലങ്ങളിൽ കാണപ്പെടുന്ന അനുഷ്ഠാന കലകളാണ് തെയ്യം, പടയണി, പിന്നെ കഥകളി, ചാക്യാർകൂത്ത്, തിരുവാതിര, അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉത്തരം മുടിയേറ്റാണ് കേരളത്തിലെ കുളിക്ഷേത്രങ്ങളിൽ കാണുന്ന അനുഷ്ഠാന കല. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കേട്ടോ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഒരു സംസ്കൃത കലാരൂപമാണ്. കേരളത്തിലെ ഒരു സംസ്കൃത നാടക കലാരൂപമാണ് ഉത്തരം കൂടിയാട്ടമാണ് കേരളത്തിലെ ഒരു സംസ്കൃത നാടക കലാരൂപം. കൂടിയാട്ടമാണ് കേരളത്തിലെ ഒരു സംസ്കൃത നാടക കലാരൂപം. അപ്പോൾ നമ്മൾ 3 ചോദ്യങ്ങളാണ് കേട്ടോ നോക്കിയത്. ഇനി നമുക്ക് ബാക്കി 7 ചോദ്യങ്ങൾ കൂടി ഉണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള 7 ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത 4ാമത്തെ ചോദ്യമാണ് കേട്ടോ. 4ാമത്തെ ചോദ്യം, മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ നടത്തുന്ന സംഘടിത കോലം തുള്ളലാണ്. മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ നടത്തുന്ന സംഘടിത കോലം തുള്ളലാണ് ഉത്തരം പടയണിയാണ്. മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ നടത്തുന്ന സംഘടിത കോലം തുള്ളലാണ് പടയണി. അപ്പോൾ നമ്മൾ 5ാമത്തെ ചോദ്യം നോക്കുകയാണ് കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിദ്ധീകരണം ഏതാണ്? കേരളത്തിലെ സ്റ്റേറ്റിലെ തന്നെ ലൈബ്രറി കൗൺസിൽ പ്രസിദ്ധീകരണം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഗ്രന്ഥലോകമാണ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിദ്ധീകരണം ഏതാണ്? ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ബുക്കുകളാണ്. അപ്പോൾ പഠിക്കാനും ഈസിയാണ്. ഗ്രന്ഥത്തിൻ്റെ ലോകം. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് 5 ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി നമുക്ക് 5 ചോദ്യങ്ങളും കൂടി പരിചയപ്പെടാനുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 5 ചോദ്യങ്ങൾ നോക്കാം. പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ഉള്ള ചോദ്യങ്ങൾ വരും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഉള്ള ചോദ്യങ്ങളാവും ചോദിക്കുക. മലയാളിയായ മുൻ രാഷ്ട്രപതി ആരാണ്? എന്നാണ് 6ാമത്തെ ചോദ്യത്തിൽ ചോദിച്ചത്. ഉത്തരം KR നാരായണനാണ് മലയാളിയായ മുൻ രാഷ്ട്രപതി. നമുക്ക് 7ാമത്തെ ചോദ്യം നോക്കാം കേട്ടോ.
തുഞ്ചൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? തുഞ്ചൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഡിസംബർ 31-നാണ്. അതിൻ്റെ തലേ ദിവസം അതിൻ്റെ നമ്മുടെ ന്യൂ ഇയറിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ജനുവരി 1-നാണ് തുടങ്ങുന്നത്. അപ്പോൾ തുഞ്ചൻ ദിനമായി ആചരിക്കുന്നത് ഇവിടെ കുഞ്ചൻ നമ്പ്യാർ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഡിസംബർ 31-നാണ്. ഡിസംബർ 31-ന്. നമുക്ക് 8ാമത്തെ ചോദ്യം നോക്കാം കേട്ടോ. ഭൂരഹിതർ ഇല്ലാത്ത ഇനി അടുത്ത ചോദ്യം തൊട്ട് ഓപ്ഷൻസ് ആവട്ടോ. അടുത്തതിൽ തൊട്ട് ഓപ്ഷൻസ് വരും. ഭൂരഹിതർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? ഭൂരഹിതർ ഇല്ലാത്ത ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ലയാണ് കേട്ടോ. എ കണ്ണൂർ, ബി ബാംഗ്ലൂർ നോർത്ത്, സി മംഗലാപുരം, ഡി ഡൽഹി നോർത്താണ്. ഒന്നും കൂടി ഓപ്ഷൻസ് വായിക്കാം. എ കണ്ണൂർ, ബി ബാംഗ്ലൂർ നോർത്ത്, സി മംഗലാപുരം, ഡി ഡൽഹി നോർത്ത്. 2 നോർത്ത് ഉണ്ട് കേട്ടോ. ബിയും ഡിയും ബാംഗ്ലൂർ നോർത്തും ഉണ്ട്, ഡൽഹി നോർത്ത് ഉണ്ട്. ഉത്തരം നമ്മളുടെ കേരള വസ്തുതകളല്ലേ, അടിസ്ഥാന വസ്തുതകളല്ലേ നമ്മൾ നോക്കണം. നമ്മൾ കേരളത്തിനെ കുറിച്ചാവില്ലേ നോക്കുക. അതുകൊണ്ട് ഇതിൽ നമുക്ക് ഇന്ത്യയിലേക്കൊന്നും പോവില്ല. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയിലാണ് കേട്ടോ. പക്ഷേ ഇത് മാത്രം കേരളത്തിലാണ്. അപ്പോൾ നമുക്ക് ഇത് കേരളത്തിലാണ് മനസ്സിലാക്കാം. അതാണ് ഇതിൻ്റെ ക്ലൂ. അപ്പോൾ എ കണ്ണൂരാണ് ഇതിൻ്റെ ഉത്തരം. നമുക്ക് 9ാമത്തെ ചോദ്യം നോക്കാം കേട്ടോ. ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്കായി സമഗ്ര ശിക്ഷ കേരള ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ് ഏതാണ്? ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്കായി സമഗ്ര ശിക്ഷ കേരള ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ് ഏതാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. എ മഴവിൽപ്പൂവ്, ബി സെക്കൻഡ് ബെല്ല്, സി കിളിക്കൊഞ്ചൽ, ഡി മഞ്ചാടി. ഒന്നും കൂടി വായിക്കാം. എ മഴവിൽപ്പൂവ്, ബി സെക്കൻഡ് ബെൽ, സി കിളിക്കൊഞ്ചൽ, ഡി മഞ്ചാടി. ഉത്തരം എ ആണ് കേട്ടോ. എ മഴവിൽപ്പൂവാണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് 10ാമത്തെ ചോദ്യമാണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് അവസാനിക്കും. സംസ്ഥാനത്തെ ആദ്യ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? കേരളത്തിലെ തന്നെ ആദ്യത്തെ ത്വക്കിൻ്റെ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? അപ്പോൾ ഓപ്ഷൻസ് വായിക്കാം ഞാൻ. എ കൊച്ചി, ബി കോഴിക്കോട്, സി തിരുവനന്തപുരം, ഡി തൃശ്ശൂർ. ഒന്നും കൂടി വായിക്കാം കേട്ടോ. എ കൊച്ചി, ബി കോഴിക്കോട്, സി തിരുവനന്തപുരം, ഡി തൃശ്ശൂർ. ഉത്തരം നമ്മളുടെ സി ആണ് കേട്ടോ. സി തിരുവനന്തപുരത്താണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ ത്വക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് നമ്മുടെ തിരുവനന്തപുരത്താണ് കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞതെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. ടാറ്റാ.